ഹലോ, അസ്സലാമു അലൈക്കും. എന്തല്ല എല്ലാവർക്കും സുഖന്നല്ലേ? അൽഹംദുലില്ലാ നമ്മളും സുഖമായിട്ടിരിക്കുന്നു. ഇന്നത്തെ വീഡിയോ നിങ്ങൾ കുറേ ആൾക്കാർ റിക്വസ്റ്റ് ആക്കിയ പോലെ തന്നെ ഡേ ഇൻ മൈ ലൈഫ് ആണ് കേട്ടോ. നമ്മൾ നോമ്പ് കഴിഞ്ഞതിന് ശേഷം ആദ്യത്തെ ഡേ ഇൻ മൈ ലൈഫ് ആണ്. പിന്നെ ഇതിൽ ഒരുപാട് റെസിപ്പീസ് ഉണ്ട്, അതുപോലെ നല്ലൊരു ഫേസ് പാക്ക് ഉണ്ട്, പിന്നെ ഒരുപാട് കാര്യങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ വീഡിയോ കുറച്ച് ലെങ്ത് ആണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണാം. നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ആക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക കേട്ടോ. അപ്പോൾ എന്തായാലും വീഡിയോയിലേക്ക് പോവാം. രാവിലെ തന്നെ എണീച്ചിട്ട് ഫ്രഷ് ആവലും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ കുറേ ആൾക്കാർ എൻ്റെ അടുത്ത് ചോദിക്കലുണ്ട്, നിങ്ങൾ ഏത് ഫേസ് വാഷാണ് യൂസ് ആക്കല്, ഒക്കെ ഒന്ന് കാണിക്കുമെന്ന്. ഞാൻ മുന്നേ ഡേ ഇൻ മൈ ലൈഫ് ചെയ്ത ടൈമിൽ കാണിച്ചിട്ടില്ലേ, അത് തന്നെയാണ് കേട്ടോ ഞാൻ ഇപ്പം യൂസ് ആക്കുന്നത്. പിന്നെ ഞാൻ എന്തെങ്കിലും ചേഞ്ച് ആക്കുന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളോട് അത് പറയലുമുണ്ട്. ഫേസ് വാഷായിട്ട് യൂസ് ആക്കൽ സബാമെഡിൻ്റെ ക്ലെൻസിങ് ഫോം എന്ന് പറഞ്ഞിട്ട് ഈ ഒരു ഫേസ് വാഷാണ് ഞാൻ യൂസ് ആക്കൽ. ഇത് ഡ്രൈ സ്കിന്നുള്ളവർക്കും നോർമൽ സ്കിന്നും അതുപോലെ ഓയിലി സ്കിന്നുള്ളവർക്കെല്ലാം ഒരുപോലെ യൂസ് ആക്കാൻ പറ്റുന്ന നല്ലൊരു ഫേസ് വാഷാട്ടാ. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഇത് കുറേ കാലമായിട്ട് ഞാൻ ഇത് തന്നെയാണ് കേട്ടോ യൂസ് ആക്കുന്നുള്ളത്. ഞാനായാലും ഫാദായാലും ഇത് തന്നെ യൂസ് ആക്കുന്നുള്ളത്. പിന്നെ സ്ക്രബ്ബറായിട്ട് ഞാൻ യൂസ് ആക്കുന്നത് സൺലീവ്സിൻ്റെ സ്ക്രബ്ബറാണ്. അതും കുറേ കാലമായിട്ട് അത് തന്നെയാണ് കേട്ടോ. അത് ആഴ്ചയിൽ 1-2 വട്ടമെല്ലാം ഇങ്ങനെ നല്ലോണം സ്ക്രബ് ചെയ്തിട്ട് വാഷാക്കലുള്ളൂ. അങ്ങനെ ഫ്രഷ് ആവലും എല്ലാം കഴിഞ്ഞിട്ട് നിസ്കാരം കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ റോസ് വാട്ടറാണ് കേട്ടോ ടോണറായിട്ട് ഉപയോഗിക്കൽ. അതൊരു സ്പ്രേ ബോട്ടിലാക്കിയിട്ട് വെച്ചതാ. അതൊന്ന് സ്പ്രേ ആക്കിയതിന് ശേഷം 1 മിനിറ്റ് ഇങ്ങനെ വിരൽ വെച്ചിട്ട് ഇങ്ങനെ ടാപ്പാക്കി കൊടുക്കും. കാര്യം നല്ലതാണ് കേട്ടോ, അത് ബ്ലഡ് സർക്കുലേഷനൊക്കെ വരാനായിട്ട് നല്ലതാ. എന്നിട്ട് ഏതെങ്കിലും മോയ്സ്ചറൈസർ യൂസ് ആക്കട്ടെ. ഞാൻ അപ്പം നിവ്യൻ്റെ മോയ്സ്ചറൈസറാണ് യൂസ് ആക്കുന്നുള്ളത്. ആദ്യം സെറ്റാഫീലിൻ്റെ എന്നിട്ടാ ഇപ്പം ഞാൻ നിവ്യൻ്റെതാക്കിയിരിക്കണം, അത് മാത്രം ഒന്ന് ചേഞ്ച് ആക്കിയിട്ടുള്ളൂ. മോയ്സ്ചറൈസർ കുറച്ചെടുത്തിട്ട് മുഖത്തൊന്ന് 1 മിനിറ്റ് ഇങ്ങനെ മസാജ് ആക്കിയിട്ടുണ്ടായിന്. പിന്നെ കുറച്ചേരെല്ലാം അവിടെ ഇരുന്നിട്ടുണ്ടായിന് കേട്ടോ. അതിന് ശേഷം നേരെ കിച്ചണിലേക്ക് വന്നതാ. അപ്പോൾ ഞാൻ വേസ്റ്റ് ഇടുന്ന ബാസ്ക്കറ്റില്ലേ അതെല്ലാം വാഷാക്കിയിട്ട് കവുത്തിയിട്ടെല്ലാം വെച്ചിട്ടുണ്ടായിന് രാത്രി. അപ്പം അതിലിപ്പം വേസ്റ്റ് ഇടുന്നതിൽ കവറെല്ലാം ഇട്ടിട്ട് അതെല്ലാം ഒന്ന് റെഡിയാക്കിയിട്ട് വെക്കലാം. വേസ്റ്റ് ടിന് എപ്പോഴും ഒന്നും വാഷാക്കിയിട്ട് വെക്കലില്ല. അഥവാ കവർ നമ്മൾ ഇടുന്ന കവറില്ലേ ചെറുതായിട്ടൊന്ന് പൊട്ടിപ്പോയാലാ, അല്ലെങ്കിൽ നമ്മൾ എന്തെങ്കിലും അതിലേക്ക് വേസ്റ്റ് ഇടുന്ന ടൈമിൽ ആ വേസ്റ്റ് ബാസ്ക്കറ്റ് ആയാലെല്ലാം ഞാനൊന്ന് വാഷാക്കിയിട്ട് വെക്കലുണ്ട്. പിന്നെ പ്രത്യേകിച്ചിട്ടുണ്ടല്ലേ ഇവിടെ ചെറുതായിട്ട് കൂറ വരാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. ചെറുതായിട്ടില്ല, അപ്പോൾ കുറച്ച് തോനെ കൂറ ഇങ്ങനെ കണ്ടുകൊണ്ടുണ്ട്. നമ്മളിപ്പം ഒമാനിലെല്ലാം പോയി വന്നപ്പോത്തിന് കുറച്ച് കൂടുതൽ തന്നെ ആയിട്ടുണ്ട് കേട്ടോ. എന്താക്കണം എന്ന് അറിയുന്നില്ല. ഇഞ്ചക്ഷൻ എല്ലാം വെച്ച് നോക്കിയിട്ടുണ്ട്, മാത്രം അത് ഇങ്ങനെ കൂടി കൂടി വരുന്നുണ്ട്. എത്ര നമ്മൾ ക്ലീനിൽ വെച്ചാലും അത് എങ്ങനെ കൂടുന്നത് എനിക്കറിയുന്നില്ല കേട്ടോ. അപ്പം എനിക്കിഷ്ടേയല്ല ഇങ്ങനെ കൂറ് വരുന്നത്. ഇനിയിപ്പം അതിൻ്റെ പൗഡർ തന്നെ ഇടണം തോന്നുന്നു. കുറച്ച് സ്ട്രോങ് ഉള്ള പൗഡർ ഓൺലൈനിൽ നിന്ന് ഫാദർ വിളിപ്പിക്കലുണ്ട്, അതിടാന്ന് വിചാരിച്ചിട്ടുണ്ട്. പൗഡർ ഇടുമ്പം എന്താണെന്നറിയോ, നമുക്ക് പിന്നെ 2 ദിവസം കിച്ചണ് യൂസ് ആക്കാൻ പറ്റൂല കേട്ടോ. ആ പൗഡർ അങ്ങനെ ഇട്ടിട്ട് വെക്കണം. പിന്നെ ഇഞ്ചക്ഷൻ ആണെന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല, അവിടെ വെച്ച് കൊടുത്താൽ മതി. അപ്പം നമുക്ക് കിച്ചണ് യൂസ് ആക്കാം. അതേപോലെ എല്ലാ പൗഡർ ഇടുമ്പോൾ അപ്പം ഞാൻ അതിനോട് പറഞ്ഞ എവിടെയെങ്കിലും പോകുമ്പോൾ പൗഡർ ഇട്ടിട്ട് പോവാന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ ചെയ്യാമെന്ന് വിചാരിക്കുന്നുണ്ട് ഇൻഷാ അല്ലാ. പിന്നെ എൻ്റെ സബ്സ്ക്രൈബേഴ്സിനോട് പറയാനുള്ളത്, ഇപ്പം ദുബായിലുള്ളവർ ആരെങ്കിലുമൊക്കെ ഉണ്ടാവില്ല എൻ്റെ സബ്സ്ക്രൈബേഴ്സ്. അപ്പം അവരാരെങ്കിലും അതായത് ഓൺലൈനിലല്ലാതെ ഷോപ്പിൽ നിന്ന് നമ്മളെ ലുലുന്ന്, നെസ്റ്റോന്ന്, അൽമദീന അങ്ങനത്തെ ഷോപ്പിൽ നിന്നെല്ലാം ഈ കോക്രോച്ചിൻ്റെ പൗഡർ നല്ല സ്ട്രോങ് ഉള്ളത് കിട്ടുന്നുണ്ടെങ്കിൽ അതിൻ്റെ പേരൊന്ന് മെൻഷൻ ചെയ്യണേ, എനിക്കൊന്ന് വാങ്ങാനാണ് കേട്ടോ. ഓൺലൈനിലല്ലാത്തത് ഇപ്പം നിങ്ങൾക്ക് അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് മെൻഷൻ ചെയ്യുക. അതായത് ഒന്ന് കമൻ്റ് ആക്കുക കേട്ടോ, പറ്റുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ആക്കുക. അപ്പോൾ ഇതാ ഇന്ന് ബ്രേക്ക്ഫാസ്റ്റ് ആക്കുന്നുള്ളത് നല്ല ഗ്രീൻ പീസിൻ്റെ നല്ല ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിൻ്റെ റെസിപ്പി കാണിക്കുന്നുണ്ട്. പിന്നെ ഇതിൻ്റെ കൂടെ വെള്ളപ്പാന്ന് കേട്ടോ. വെള്ളപ്പത്തിൻ്റെ മാവ് എൻ്റെ അടുത്ത് ഉണ്ടായതുകൊണ്ട് ഞാൻ ഫ്രിഡ്ജിൽ നിന്ന് പുറത്ത് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലെ തന്നെ. 1 കപ്പ് ഗ്രീൻ പീസാണ് ഞാൻ എടുത്തിട്ടുണ്ടായിരുന്നത്. അപ്പം അതിനായിട്ട് ഇതാ ഒരു വലിയ ഉള്ളി, ഒരു തക്കാളി, പിന്നെ ഒരു ഉരുളങ്കിഴങ്ങിൻ്റെ പകുതിയാണ് കേട്ടോ എടുത്തിട്ടുള്ളത്. പിന്നെ 4-5 അല്ലി വെളുത്തുള്ളി ചതച്ചത്, പിന്നെ പച്ചമുളക്. ഒരു ചട്ടി വെച്ചിട്ടുണ്ട്, അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചെടുക്കുക. എന്നിട്ട് കുറച്ച് കടുക് ഇട്ടെടുക്കുക. കടുക് പൊട്ടിയതിന് ശേഷം അതിലേക്ക് വെളുത്തുള്ളി ഇട്ടെടുക്കുക. വെളുത്തുള്ളി ഒന്ന് ചെറിയൊരു ഗോൾഡൻ കളർ ആയിട്ട് വരുമ്പോൾ അതിലേക്ക് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. പിന്നെ അതാ നമ്മൾ കട്ട് ചെയ്ത് വെച്ച ഉള്ളി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഉള്ളി നല്ലോണം ഒന്ന് സോഫ്റ്റ് ആക്കിയിട്ട് വാട്ടിയെടുക്കുക. അതിന് ശേഷം
ഉള്ളി ഒന്ന് സോഫ്റ്റ് ആയിട്ട് വന്നാൽ അതിലേക്ക് തക്കാളി, പച്ചമുളക്, പിന്നെ ഉരുളങ്കിഴങ്ങ് കട്ട് ചെയ്യുമ്പില്ലേ സ്ലൈസ് ആക്കിയിട്ട് കട്ടില്ലാതെ കട്ട് ചെയ്തിട്ട് എടുക്കട്ടാം. നമ്മൾ ഇപ്പം പട്ടാണിയിൽ വേവിക്കാന്നുണ്ടെങ്കിൽ അങ്ങനെ വേവിക്കാം. ഞാനിപ്പം സ്ലൈസ് ആക്കിയിട്ട് ഇങ്ങനെ ഇട്ടാൽ പെട്ടെന്ന് തന്നെ വേവുമല്ലോ. അപ്പം അതിന് അങ്ങനെ ഇട്ടാ കട്ടില്ലാതെ കട്ട് ചെയ്തിട്ടാണ് എടുത്തിട്ടുള്ളത്. അല്ലെങ്കിൽ കുറച്ച് തോനെ വേവിക്കേണ്ടി വരുമല്ലോ. അപ്പം അതുകൊണ്ട് തന്നെ ഞാൻ സ്ലൈസ് ആക്കിയിട്ട് കട്ടില്ലാതെ കട്ട് ചെയ്തിട്ട് അതും ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ. തക്കാളി, ഉരുളങ്കിഴങ്ങ്, പച്ചമുളക്. അതിൻ്റെ കൂടെ തന്നെ 1 ടേബിൾ സ്പൂണ് സാമ്പാർ പൗഡർ ചേർത്ത് കൊടുക്കട്ടെ. വേറെ പൗഡേഴ്സ് ഒന്നും ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നില്ല. 1 ടേബിൾ സ്പൂണ് സാമ്പാർ പൗഡർ മാത്രം ചേർത്ത് കൊടുത്തതാ. എന്നിട്ട് നല്ലോണം ഇളക്കിയിട്ട് ചെറിയ തീയിൽ വെച്ചിട്ട് ആ തക്കാളി നല്ല സോഫ്റ്റ് ആക്കിയിട്ട് ഒന്ന് വേവിച്ചെടുക്കട്ടെ. ലോ ഫ്ലെയിമിൽ വെക്കാൻ ശ്രദ്ധിക്കണം. ഞാൻ തക്കാളി വേവിക്കാൻ വെച്ച ആ ഒരു ടൈമിലില്ലേ ഫാദുവിൻ്റെ ഡ്രസ്സൊന്ന് അയൺ ചെയ്യാനും വേണ്ടിയിട്ട് പോയിട്ടുണ്ടായിരുന്നു കേട്ടോ. അയൺ ചെയ്തിട്ടെല്ലാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോഴേക്കും തക്കാളി നല്ല കറക്റ്റായിട്ട് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ പട്ടാണി നമ്മൾ വേവിച്ച് വെച്ചതില്ലേ അത് ആ വെള്ളത്തോൾക്ക് തന്നെ ഇതിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചിട്ട് മൂടി വെച്ചിട്ട് ഒന്ന് തിളപ്പിച്ചിട്ട് വേവിച്ചെടുക്കുന്നുണ്ട്. ഗ്രീൻ പീസ് വേവിക്കുമ്പം ഞാൻ കുറച്ച് ഉപ്പിട്ടിട്ട് വേവിച്ചതാ. പിന്നെ കുറച്ചും കൂടെ ഉപ്പ് ഞാൻ നോക്കിയപ്പോൾ ഉപ്പ് കുറവുണ്ട്. മസാലയിൽ നമ്മൾ ഉപ്പിട്ടിട്ടില്ലല്ലോ. അപ്പം അതുകൊണ്ട് കുറച്ചും കൂടെ ഉപ്പിട്ടിട്ട് ഒന്ന് നല്ലോണം ഒന്ന് തിളപ്പിച്ചിട്ട് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ചില റെസിപ്പീസിലെല്ലാം ഉപ്പ് ചിലപ്പോൾ ഇടുന്നത് പറയലില്ല, അത് മറന്നു പോകുന്നതാട്ടാ. അപ്പം നിങ്ങൾ കറക്റ്റ് ഉപ്പിട്ടാൽ മതി. ചിലപ്പോൾ ഉപ്പിടുന്ന വീഡിയോസ് ചിലപ്പോൾ എടുത്തിട്ടുണ്ടാവില്ല, ചിലപ്പോൾ അത് കട്ട് ചെയ്തിട്ടുണ്ടാവും, ചിലപ്പോൾ മറന്നിട്ട് അതിൽ പറയാൻ മറന്നിട്ട് പോകുന്നതാ. അങ്ങനെയല്ല കേട്ടാ. അപ്പം നിങ്ങൾ എന്തായാലും കറക്റ്റ് ഉപ്പിട്ട് കൊടുത്താൽ മതി. ഉപ്പിൻ്റെ കറക്റ്റ് അളവ് ഞാൻ പറയലില്ല ഏത് റെസിപ്പീസിലായാലും. ഇനിയിപ്പോൾ അത് എണീച്ച് ഫ്രഷ് ആവാനും വേണ്ടിയിട്ട് പോയിട്ടുണ്ട് കേട്ടോ. ആ ഒരു ടൈമിലാണ് ഞാൻ വെള്ളപ്പം ചൂടാൻ തുടങ്ങിയിട്ടുള്ളത്. കാര്യം ചൂടോട് കൂടി കേൾക്കണം കേട്ടോ വെള്ളപ്പെല്ലാം. അപ്പം അതുകൊണ്ട് അതിന് മാത്രമുള്ളത് ഞാൻ ചുട്ടെടുക്കലാം. അപ്പോൾ നമ്മളെ ഗ്രീൻ പീസ് കറി റെഡി ആയിട്ടുണ്ട്. ഈ ഒരു സാമ്പാർ പൗഡർ മാത്രം ഇട്ടിട്ട് നിങ്ങൾ ഇതുവരെ വെച്ച് നോക്കിയിട്ടില്ലെങ്കിൽ ഒന്ന് വെച്ചിട്ട് നോക്കട്ടെ, നല്ല ടേസ്റ്റാണ്. പിന്നെ ക്യാപ്സിക്കം നിങ്ങളെടുത്തുണ്ട് എന്നുണ്ടെങ്കിൽ ഒരു പീസ് നമ്മൾ ഉള്ളി തക്കാളി എല്ലാം ചേർത്തില്ലേ ആ ഒരു ടൈമിൽ ചേർത്ത് കൊടുക്കട്ടെ, ഒന്നും കൂടെ ടേസ്റ്റ് ആയിരിക്കും. ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. പിന്നെ നിങ്ങൾ ഈ വീഡിയോസ് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെങ്കിൽ ഇപ്പം തന്നെ ലൈക്ക് ചെയ്യാട്ടോ. നിങ്ങൾ കുറേ ആൾക്കാർ മറന്നു പോകുന്നുണ്ട്. അപ്പം കുറേ ലൈക്ക് കുറവാണ് കേട്ടോ വീഡിയോസ് ഇടുന്നതിലെല്ലാം. അപ്പം എന്തായാലും ലൈക്ക് ചെയ്യുക. പിന്നെ ഷെയർ ചെയ്യാനും കൂടെ മറക്കരുത് കേട്ടോ. നിങ്ങളെ ഫാമിലിക്കെല്ലാം ഒന്ന് ഷെയർ ആക്കി കൊടുക്കുക. ഫാദുവിന് ചായ എല്ലാം കൊടുത്ത് പിന്നെ അങ്ങനെയുള്ള സംസാരിച്ചിട്ടെല്ലാം ആയപ്പോത്തിന് ഫാദർ പോയി ഞാൻ ഡോറടിച്ച് വന്നപ്പോത്തിന് ഒരു വെള്ളപ്പല്ലേ ചെറിയ തീയിൽ തന്നെ വെച്ചിട്ടുണ്ടായിരുന്നു. മാത്രം കരിഞ്ഞിട്ട് കരിങ്കുട്ടിയായിട്ടാ. പിന്നെ ഞാനത് അടന്നെ വെച്ചിട്ടുണ്ട്. ഞാൻ പിന്നെ ചുട്ടിട്ടില്ല കേട്ടോ, അടന്നെ വെച്ച് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അടന്നെ വെച്ചിട്ടുണ്ട്. പിന്നെ ക്ലീൻ ആക്കാന്ന് വിചാരിച്ചിട്ട് പിന്നെ ഞാൻ അതുക്കാറ് ചൊല്ലിയിട്ടില്ലേ, അങ്ങനെ കുറച്ച് അതുക്കാറെല്ലാം ചൊല്ലി നാട്ടിൽ നിന്ന് പിന്നെ എല്ലാവരും കൂടെ വീഡിയോ കോളെല്ലാം ആക്കുക, സംസാരിച്ച് ഉമ്മ ഉപ്പ എല്ലാവരും കൂടെ വിളിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അങ്ങനെ കുറേ നേരം ഇരുന്ന് സംസാരിച്ച് പിന്നെ വീഡിയോക്ക് വന്ന കമൻറ്റിന് റീപ്ലൈ എല്ലാം കൊടുത്തിട്ട് പിന്നെ നേരെ കിച്ചണിലേക്ക് വന്നതാ. അപ്പം ഞാൻ മണി പ്ലാന്റ് വെക്കുന്ന ആ ഒരു ടൈമിൽ, അതായത് കിച്ചൺ ടൂർ ചെയ്യുന്ന ടൈമിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. കിച്ചൺ ഇങ്ങനെ സെറ്റാക്കുന്ന ടൈമിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പം അത് കുറച്ചെല്ലാം വലുതായിട്ടുണ്ട് കേട്ടോ. മണി പ്ലാന്റ് കുറച്ചെല്ലാം വലുതായിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ഇനിയിപ്പം ആദ്യത്തെ വെള്ളമൊക്കെ ഒന്ന് ഒഴിവാക്കിയിട്ട് ബോട്ടിലൊക്കെ ഒന്ന് വാഷാക്കിയിട്ട് ഒന്ന് ചെറുതായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് ചേഞ്ച് ആക്കിയിട്ട് വെക്കാമെന്ന് വിചാരിച്ചിട്ട് അതൊക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വെക്കലാം. എനിക്കില്ലേ ഇൻഡോർ പ്ലാന്റ്സ് എല്ലാം ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ. ഞാൻ ഈ സ്റ്റാൻഡ് വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. ഞാൻ ഇതിനിങ്ങനെ ഷോപ്പിംഗ് ആക്കാൻ പോയപ്പം ഞാൻ പറഞ്ഞില്ലേനോ ഞാനൊരു സ്റ്റാൻഡ് വാങ്ങിച്ചിട്ടുണ്ടെന്ന്. അതിൽ ഇൻഷാ അള്ളാ ഞാൻ ഏതെങ്കിലും ഈ ഒരു പ്ലാന്റ്സ് എല്ലാം കിട്ടുന്ന ഷോപ്പിൽ തന്നെ പോയിട്ട് അങ്ങനെ വാങ്ങാമെന്ന് വിചാരിക്കുന്നുണ്ട്. അജ്മാലെല്ലാം ഉണ്ടെന്ന് പറഞ്ഞിട്ടുണ്ട്. ഇൻഷാ അള്ളാ വാങ്ങണം. എന്നിട്ട് ആ സ്റ്റാൻഡ് വെക്കുമ്പോൾ ഞാൻ നിങ്ങളെ കാണിക്കട്ടോ. പിന്നെ ഒരു ബാംബു ടൈപ്പ് ഒരു പ്ലാന്റ് ഉണ്ടായിരുന്നു എൻ്റെ അടുത്ത്. അതെന്താന്നാവും വെള്ളത്തിലിട്ടിട്ട് അതിൻ്റെ ഫുള്ളായിട്ട് ചീഞ്ഞ് പോയിട്ടുണ്ട് കേട്ടോ. അതിൻ്റെ ഇലയില്ലേ അത് മാത്രം ഒരു പച്ച കളറുണ്ട്, ബാക്കിയെല്ലാം ചീഞ്ഞ് പോയിട്ടുണ്ട്. എന്താണെന്ന് അറിയാല. ഇതെല്ലാം എൻ്റെ പൊരയിൽ നിന്ന് തന്നെ എടുത്തിട്ട് കൊണ്ടുവന്നതാ. അപ്പോൾ ഇപ്രാവശ്യം എൻ്റെ ഉമ്മ വന്നീനല്ലേ, അപ്പോൾ ഞാൻ ഉമ്മാൻ്റെ അടുത്ത് പറയാൻ മറന്നുപോയി, ഉമ്മ നിങ്ങൾ കൊണ്ടുവരണം ചെടി എന്നുള്ളത്. അപ്പോൾ ഇനി അടുത്ത പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട്
എന്തായാലും മറക്കാതെ കൊണ്ടുവരണം കേട്ടാ, ഞാൻ പറയാൻ മറന്നാലും നിങ്ങൾ കൊണ്ടുവരണം കേട്ടാ എന്നെല്ലാം പറഞ്ഞിട്ടുണ്ട്. ഉമ്മാൻ്റെ അടുത്തും കുറേ ചെടികളൊക്കെ ഉണ്ട് കേട്ടോ. ഉമ്മാക്ക് കഴിയൂലെങ്കിലും ഉമ്മ അതിനെ ഭയങ്കരമായിട്ട് കെയർ ആക്കലുണ്ട് കേട്ടോ. നേരെ വെള്ളം ഒഴിച്ചു കൊടുക്കും. ഇപ്പം ഭയങ്കര ചൂടല്ല, എന്നാലും ഭയങ്കര കെയർ ആക്കും. ഇപ്പം ഉമ്മ ഇങ്ങോട്ട് വന്നാലും എൻ്റെ ബ്രദറിൻ്റെ അടുത്ത് പറഞ്ഞുകൊണ്ടുണ്ടായിന്, അതിന് വെള്ളം ഒഴിക്കണം കേട്ടാ, ഇതിന് വെള്ളം ഒഴിക്കണം കേട്ടാ. അങ്ങനെ നല്ലോണം കെയർ ആക്കുന്ന ഒരാളാണ് കേട്ടാ എൻ്റെ ഉമ്മ. അപ്പം അതുകൊണ്ട് തന്നെ ഉമ്മാൻ്റെ അടുത്ത് കുറേ ചെടികളുണ്ട്. എനിക്കായാലും ഇങ്ങനെ കിച്ചണിൽ ഇങ്ങനെ കാണുമ്പോൾ എനിക്ക് പുറത്തെല്ലാം വെക്കുമ്പോൾ ചെടികളെല്ലാം ഭയങ്കര ഇഷ്ടമാണ്. ഒരു പോസിറ്റീവ് എനർജി അല്ലേ ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കാണുമ്പോൾ, ഹാളിലായാലും കിച്ചണിലേക്ക് പോകുമ്പോൾ കിച്ചണിൽ കാണുമ്പോഴും ഒക്കെ ഒരു പോസിറ്റീവ് എനർജി ആണ് കേട്ടോ. ഇൻഷാ അല്ലാ ഒക്കെ ഒന്ന് സെറ്റാക്കിയിട്ട് വെക്കണം എന്നുണ്ട് ഇൻഷാ അല്ലാ. പിന്നെ എനിക്കൊരു ഡൗട്ട് ഉണ്ട് കേട്ടോ, നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയുന്നുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ആക്കുക. ഈ ഒരു മണി പ്ലാന്റ് നമ്മൾ വെള്ളത്തിലിട്ട് വെക്കുന്നില്ലേ, അപ്പം ഇങ്ങനെ വാഷാക്കിയിട്ടെല്ലാം വെക്കുമ്പോൾ അതിൽ അതിൻ്റെ റൂട്ടല്ലേ, അതായത് വേര്, അപ്പം അത് കുറേ വന്നിട്ടുണ്ടാവും. അപ്പം അത് ചിലർ പറയുന്നത് കട്ടാക്കിയിട്ട് വേണം ഇനി നമ്മൾ ഇങ്ങനെ ക്ലീൻ എല്ലാം ആക്കിയിട്ട് വെക്കുമ്പോൾ അത് കട്ടാക്കിയിട്ട് വെള്ളത്തിലിട്ട് വെക്കണം എന്ന്. പക്ഷേ എനിക്കൊരു ഡൗട്ട്, അത് ചത്തു പോകൂലേ ഇങ്ങനെ കട്ടാക്കിയിട്ട് വെക്കുമ്പോൾ? അതുകൊണ്ട് എനിക്ക് പേടിയുണ്ട്, ഞാൻ അങ്ങനെ വെച്ചിട്ടുള്ളതാണ്. കുറേ പേരെല്ലാം വന്നിട്ടുണ്ട്. അപ്പം അത് കട്ടാക്കിയാൽ ബെടക്കാവോ ഇല്ലേ, കട്ടാക്കിയിട്ട് തന്നെ വെക്കണ അല്ലെങ്കിൽ അത് വലുതാവോ ഇല്ലേ, അതൊന്നും എനിക്കറിയില്ല. അപ്പം അത് ഒരു ഡൗട്ടാണ് കേട്ടോ. അപ്പം അറിയുന്നവരുണ്ടെങ്കിൽ ഒന്ന് കമൻ്റ് ആക്കുക. ആ ഒരു പണികളെല്ലാം കഴിഞ്ഞ് ഇനി ഇതാ കൗണ്ടർ ടോപ്പൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് തുടച്ചിട്ടെല്ലാം എടുക്കലാം. കരോടെല്ലാം വെള്ളമെല്ലാം ആയിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ എപ്പോഴും ഞാനില്ലേ കൗണ്ടർ ടോപ്പെല്ലാം തുടക്കുന്ന തുണി ചെറുതാണ് കേട്ടോ എടുക്കൽ. നിങ്ങൾ എൻ്റെ വീഡിയോ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. എപ്പോഴും വലുതാണെന്നുണ്ടെങ്കിൽ കട്ട് ചെയ്തിട്ട് ഒരു ചെറിയൊരു ടവലില്ലേ നമ്മൾ കയ്യിൽ യൂസ് ആക്കുന്ന ഫേസെല്ലാം തുറത്താൻ വേണ്ടിയിട്ട്, അങ്ങനത്തെ ചെറിയതാട്ടോ എടുക്കൽ. ഇതാകുമ്പോൾ എന്താണെന്ന് അറിയാം, നമുക്ക് ബെഡക്കായാലപ്പം തന്നെ എറിയാം. എന്തായാലും കുറച്ച് കഴിയുമ്പോൾ അതിൽ കളറാവും. എന്തെങ്കിലും കറിൻ്റെ കളറ് എത്ര വാശാക്കിയാലും ചിലപ്പോൾ പോവാല. അപ്പം അതുകൊണ്ട് നമുക്ക് എറിയാലോ. ഇത് വലിയതാകുമ്പോൾ നമുക്ക് കുറച്ചൊന്ന് യൂസ് ആക്കിയാലും എറിയുമ്പോൾ ഒരു ബേജാറാണ്. അപ്പം അങ്ങനെ പീസാക്കിയിട്ട് വെച്ചാൽ അതിൽ നിന്ന് ഒരു പീസ് എടുത്തിട്ട് പിന്നെ കുറച്ചെല്ലാം യൂസ് ആക്കിയിട്ട് കളഞ്ഞാലും അത്ര വലിയ ബേജാറൊന്നും ഉണ്ടാവില്ല. പിന്നെ നമ്മൾ ഗ്യാസ് എല്ലാം എപ്പോഴും ഇങ്ങനെ തുടക്കുന്നല്ല, അപ്പം എന്തായാലും ഓയിൽ കണ്ടന്റ് എല്ലാം എന്തായാലും ഉണ്ടാവും. അപ്പം എന്തെങ്കിലും ലിക്വിഡ് ഉപയോഗിച്ചിട്ട് കുറച്ച് നേരം ഒന്ന് അവിടെ പുതിർത്ത് വെച്ചാൽ മതി, എന്നിട്ട് പിന്നെ വാഷാക്കിയാൽ മതി. അങ്ങനെ ഞാൻ വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഇന്നൊരു ദാലിൻ്റെ കറി ആക്കുന്നുണ്ട്. അപ്പം ഞാൻ മഞ്ഞ ദാലും റെഡല്ല ഓറഞ്ച് കളർ ദാലില്ലേ, അതും സമ എടുത്തിട്ട് കുറച്ച് വെള്ളത്തിലിട്ടിട്ടുണ്ട്. പിന്നെ മീനും ഉണ്ടായിരുന്നു കേട്ടോ, മുള്ളന്, അതും ഫ്രിഡ്ജിലുണ്ടായിരുന്നു, അതും വെള്ളത്തിലിട്ട് വെച്ചിട്ടുണ്ട്. ഇനിതാ ഞാൻ ഫ്രഷ് ആവുന്നതിൻ്റെ മുന്നേ തന്നെ ഇവിടെ നല്ല മഴയായിരുന്നു കേട്ടോ. ഇതിപ്പോൾ മഴ കഴിഞ്ഞിട്ട് ഒരു ദിവസം കഴിഞ്ഞിട്ടാ ഞാൻ ഷൂട്ടാക്കിയിട്ടുള്ളത്. മഴൻ്റെ അന്ന് ഞാൻ ഷൂട്ടാക്കിയിട്ടില്ല, അന്ന് ഞാൻ സ്റ്റോറിയെല്ലാം ഇതിലെല്ലാം വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ ഇൻസ്റ്റയിൽ. നല്ല മഴ വെച്ചാൽ നല്ല മഴയാണ് കേട്ടോ. നാട്ടിൽ പണ്ടല്ലേ ഇല്ലേനാ അല്ല ഇരുട്ട് കുത്തിയിട്ട് മഴ പെയ്യുന്നു, അതുപോലെയാണ് കേട്ടോ, ചാറിയോണ്ടും പെയ്തോണ്ടിരിക്കേനി. അങ്ങനെ ഫുള്ള് വെള്ളമെല്ലാം നിന്നീന് കേട്ടോ, കുറേ സ്ഥലത്തെല്ലാം വെള്ളം നിന്നീന്. പിന്നെ ഇപ്പോൾ കുട്ടിക്ക് ക്ലാസ് ഒന്നും ഇല്ലേന് കേട്ടോ, എന്താ വെച്ചാൽ അത്രയും വണ്ടിയെല്ലാം പോവാനും റോഡിലെല്ലാം ഫുള്ള് വെള്ളമായിരുന്നു. മഴ ഒരു ദിവസം ഫുള്ളായിട്ട് വന്നിട്ടാ, പിറ്റേ ദിവസം വെയിലായിട്ടുണ്ടായിരുന്നു. മഴ പെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു, മാത്രം പെയ്തിട്ടില്ല കേട്ടോ, വെയിലായിരുന്നു. അപ്പം അതാ ഞാൻ ബാൽക്കണിയിലെ അവിടെ വന്നിട്ട് അവിടെ ഒരു മാറ്റിടും, പിന്നെ ഒരു ചെരുപ്പും വെക്കലുണ്ട് കേട്ടോ എപ്പോഴും. പിന്നെ 2-3 ടർക്കി ഇതെല്ലാം വാഷാക്കിയിട്ടെല്ലാം ഇട്ടിട്ടുണ്ടായിരുന്നു. അതെല്ലാം കാറ്റടിച്ചിട്ട് താഴെ വീണിട്ട് ഒന്നായിട്ട് ചണ്ടി പിണ്ടി ആയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതെല്ലാം ആദ്യം ഒന്ന് പെറുക്കിയെടുത്തിട്ട് ഒരു ബക്കറ്റിലാക്കിയിട്ട് ബാത്റൂമിൽ കൊണ്ടുവച്ചിട്ടുണ്ട് വാഷാക്കാൻ. പിന്നെ ബാൽക്കണി മൊത്തത്തിൽ കുറച്ച് തോന വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് ക്ലീൻ ആക്കിയിട്ടെല്ലാം എടുക്കുന്നുണ്ട് കേട്ടോ. നല്ലോണം പൊടിയും ചളിയും എല്ലാം കൂടെ എന്തോ പോലെ ഉണ്ടായിന്. അപ്പോൾ ആ ഒരു ക്ലീനാക്കലും എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഇനിതാ 2-3 ചെടികളും കൂടെ ഉണ്ടായിരുന്നു. അപ്പം അതിനൊക്കെ ഒന്ന് വെള്ളമെല്ലാം ഒഴിച്ചെടുത്ത്, ഈ ഒരു ചെടിയിലെ കമ്പല്ലാത്ത
ഇത് ഞാൻ നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന് തന്നെയാണ് കേട്ടോ. അപ്പം അതിനെന്താ ചെറുതായിട്ട് ചെറിയൊരു കുഞ്ഞ് വെച്ചിട്ടുണ്ട്. അങ്ങനത്തെ പണികളെല്ലാം കഴിഞ്ഞിട്ട് പിന്നെ എൻ്റെ ഫ്രഷ് ആവലെല്ലാം കഴിഞ്ഞിട്ട് ഇതാ ഞാൻ വന്നിട്ടുണ്ട്. അപ്പം ഈ ഒരു സൺസ്ക്രീനാണ് കേട്ടോ ഞാനിപ്പോൾ യൂസ് ആക്കൽ. വാസ്ലീൻ്റെ ഇത് നല്ലുണ്ട്, ഞാനിപ്പോൾ അടുത്തായിട്ട് വാങ്ങിച്ചതാ. ഇത് കൂടുതൽ ഇങ്ങനെ പുട്ടിട്ട പോലെ ഒന്നും ഇല്ല കേട്ടോ. പിന്നെ സബാമെഡിൻ്റെ തന്നെ ഫസ്റ്റ് യൂസ് ആക്കിയത്. അപ്പം ചിലവർക്ക് പറ്റുന്നില്ല എന്നെല്ലാം പറഞ്ഞ്, പക്ഷെ എനിക്ക് പ്രോബ്ലം ഒന്നുമില്ല. പക്ഷെ സബാമെഡിൻ്റെ നമ്മൾ പോയിട്ട് കിട്ടിയിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പിന്നെ വാസ്ലീൻ്റെ ഇത് വാങ്ങിച്ചതാണ്. ഇതിന് അത്യാവശ്യം റേറ്റ് എല്ലാം ഉണ്ട് കേട്ടോ. ഇത് ഞാൻ ലുലുന്ന് വാങ്ങിച്ചതാണ്. ഇത് പിന്നെ ബോഡി ക്രീമാണ്. ഞാൻ കുളി കഴിഞ്ഞ് വന്നാൽ കയ്യിലും കാലിലെല്ലാം കുറച്ചെടുത്തിട്ട് ഇങ്ങനെ തേക്കലുണ്ട് കേട്ടോ. പിന്നെ ഇത് പപ്പായൻ്റെ ആണ്, ഏതായാലും എത്തിയിട്ടാണ്. ഞാനിത് എവിടെ നിന്നാണ് വാങ്ങിച്ചത് എനിക്ക് കറക്റ്റ് ഓർമ്മയില്ല. ഒരു ടൈറ്റൂടേന്ന് അങ്ങനെ എന്തോ കണ്ടപ്പോൾ, അങ്ങനെ ഓഫറിൽ കണ്ടപ്പോൾ അങ്ങനെ വാങ്ങിച്ചതാണ്. അതെല്ലാം ഒന്ന് കഴിഞ്ഞ് പിന്നെ ബെഡും സോഫ അതൊക്കെ ഒന്ന് തട്ടി വിരിച്ച് ഒന്ന് സെറ്റാക്കിയിട്ടെല്ലാം ഇട്ട്, പിന്നെ നമ്മൾ ബാൽക്കണിയിൽ നിന്ന് കുറച്ച് മാറ്റ് ഇതെല്ലാം ഒന്ന് വാഷാക്കാൻ ഉണ്ടായിരുന്നില്ലേ, അപ്പം അതൊക്കെ ഒന്ന് വാഷാക്കിയിട്ടെല്ലാം പുറത്ത് കൊണ്ടുപോയിട്ടിട്ട ബാൽക്കണിയിൽ തന്നെ അവിടെ വിരിച്ചിട്ടെല്ലാം ഇട്ട്, പിന്നെ കുറച്ച് വാഷാക്കാനും ഡ്രസ്സെല്ലാം ഉണ്ടായിരുന്നു. അപ്പം അതൊക്കെ ഒന്ന് മെഷീനിലെല്ലാം കൊണ്ടുപോയിട്ട് പിന്നെ അതാ നേരെ കിച്ചണിലേക്ക് വന്നിട്ടുണ്ട്. ആദ്യം തന്നെ റൈസ് വെക്കലാന്ന് കേട്ടോ. ഞാൻ റൈസ് കുക്കറിലാണ് ഇങ്ങനെ തിളച്ചിട്ട്, അതായത് അരി നല്ലോണം കഴുകിയിട്ട് വെള്ളം കറക്റ്റ് വെച്ചിട്ട് തിളച്ച് ഒരു 2 മിനിറ്റ് നല്ലോണം തിളച്ചിട്ട് റൈസ് കുക്കറിലേക്ക് ഇറക്കി വെക്കലാണ്. ഇത് പറയാൻ കാരണം എന്താണെന്നറിയോ, എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ, അങ്ങനെ റൈസ് കുക്കറിലേക്ക് ഇറക്കി വെച്ചാൽ എപ്പോഴാണ് ഊറ്റണ്ടേ, എപ്പോഴാണ് വേവേറൂലേ എന്നെല്ലാം. ഇല്ല കേട്ടോ, അത് 1 മണിക്കൂറെല്ലാം കഴിഞ്ഞിട്ട് എടുത്താൽ മതി, കറക്റ്റായിട്ട് വെന്തിട്ടുണ്ടാവും. പിന്നെ ഒരു അരിപ്പയിലേക്ക് ഇട്ടിട്ട് അരിച്ചെടുത്താൽ മതി, അതായത് വെള്ളം ഊറ്റിയെടുത്താൽ മതി കേട്ടോ. അത് അറിയാത്തവരായിരിക്കും. ഇപ്പം എല്ലാവരും റൈസ് കുക്കറെല്ലാം യൂസ് ആക്കുന്നവർ തന്നെയല്ലേ കൂടുതലുള്ളത്. ഇപ്പോൾ ടൈമിംഗ് ഇല്ലല്ലോ ആർക്കും, അതുകൊണ്ട് തന്നെ റൈസ് കുക്കറൊക്കെ തന്നെ യൂസ് ആക്കുന്നത്. പിന്നെ ഇന്ന് ദാലിൻ്റെ കറി ആയതുകൊണ്ട് ഞാൻ ദാൽ വെള്ളത്തിലിട്ട് വെച്ചിനല്ലേ. അപ്പം അതിൽ നിന്ന് നമുക്കൊന്ന് ഫേസ് പാക്ക് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ദാൽ പൊതിർന്നതിന് ശേഷം ഒരു 2 ടേബിൾ സ്പൂണ് പരിപ്പെടുത്തിട്ട് മാറ്റി വെച്ചിട്ടുണ്ട് കേട്ടോ. അതിലേക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് അവിടെ വെച്ചിട്ടുണ്ട്. അത് നമുക്ക് രാത്രി ഒരു മാസ്ക് ഉണ്ടാക്കാനുണ്ട് കേട്ടോ, അതിന് വേണ്ടിയിട്ടാണ്. പരിപ്പ് നല്ലോണം വാഷാക്കിയിട്ട് കുക്കറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഇതിലേക്ക് ഉള്ളി, തക്കാളി, പച്ചമുളക്, ഒരു ഉരുളൻകിഴങ്ങിൻ്റെ ഒരു കഷ്ണം കേട്ടോ പകുതി എടുത്തിട്ടുള്ളത്. നമ്മൾ രാവിലെ ഗ്രീൻ പീസ് കറി വെച്ചില്ല, അപ്പോൾ അതിൻ്റെ ബാക്കി പീസ് ഉണ്ടായിരുന്നു, അതാണ് കേട്ടോ ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അതെല്ലാം കൂടെ പീസാക്കിയിട്ട് ഇതിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് മഞ്ഞൾപ്പൊടി ഉപ്പും കൂടെ ഇട്ടിട്ട് ദാല് അവിടെ വേവിക്കാനും വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. ഇന്നൊരു സിമ്പിൾ ചട്ടിച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ചിട്ടാണ്, നോമ്പെല്ലാം കഴിഞ്ഞല്ല. അപ്പോൾ ചട്ടിച്ചോറിന് ഭയങ്കര പുതിയാണ്. അപ്പോൾ ഞാൻ സിമ്പിളായിട്ടൊരു ചട്ടിച്ചോറ് ഉണ്ടാക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ ഇനിയിപ്പം ഈ മീനൊന്ന് കായം തേച്ചിട്ട് വെക്കണം, അതായത് മസാല തേച്ചിട്ട് വെക്കണം. അതിനായിട്ട് കുറച്ച് പുളി, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെളുത്തുള്ളി, ഇത്രയും സാധനങ്ങൾ മിക്സിയിലേക്ക് ഇട്ടിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് നല്ലോണം പേസ്റ്റ് പോലെ അരച്ചെടുക്കുന്നുണ്ട്. ഞാനല്ലെങ്കിൽ മീനിന് അരച്ചിട്ട് വെക്കലാട്ടോ മസാലയ്ക്കെല്ലാം. എൻ്റെ മുന്നേ വ്ളോഗെല്ലാം കാണുന്നവർക്കെല്ലാം അറിയായിരിക്കും. പക്ഷേ ഇപ്പോൾ എൻ്റെ ഫ്രിഡ്ജ് ചെറുതായതുകൊണ്ടില്ലേ, ഫ്രിഡ്ജിൽ അരച്ച് വെക്കാനുള്ള ഒരു ഓപ്ഷൻ ഇല്ല കേട്ടോ. പച്ചക്കറിയെല്ലാം വെച്ചിട്ട് തന്നെ ഫുള്ളാന്ന്, ചെറുതാണ്, നല്ല ചെറിയ ഫ്രിഡ്ജാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിപ്പോൾ ഇങ്ങനെ അരച്ചിട്ട് വെക്കലില്ല കേട്ടോ. അല്ലെങ്കിൽ ഇങ്ങനെ അരച്ചിട്ട് വെച്ചാൽ നമുക്ക് പെട്ടെന്ന് തന്നെ മീൻ മസാല എല്ലാം തേക്കാം, പിന്നെ മീൻ മുളകിടുക ഒക്കെ ചെയ്യട്ടോ. ഈ ഒരു മസാല വെച്ചിട്ട് അരച്ച മീൻ്റെ മസാല ഇല്ലേ, മീനിലേക്ക് ഒഴിച്ചു കൊടുത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് അതവിടെ മാറ്റി വെക്കുന്നുണ്ട് കേട്ടോ. ഉപ്പ് കറക്റ്റായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഈ മീനിലൊന്ന് മസാല പിടിക്കാൻ വേണ്ടിയിട്ട് ഞാനൊന്ന് മീനൊന്ന് ഇങ്ങനെ ചെറിയ മുള്ളനായാലും മസാല ഉള്ളിൽ പിടിക്കണമല്ലോ, അപ്പോൾ ഞാൻ ചെറുതായിട്ടൊന്ന് വരട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. മറന്നു പോയിട്ടുണ്ടായിന്, മസാല തേച്ചതിൻ്റെ ശേഷം കേട്ടോ വരട്ട് കൊടുത്തത്. എന്നിട്ട് ഒരു അരമണിക്കൂർ അവിടെ മസാല തേച്ച് വെച്ചിട്ടുണ്ട്. നമ്മളില്ലേ ഈ ഒരു കറികളും ചോറുക്ക് കറികളും പച്ചക്കറികളൊക്കെ ഉണ്ടാക്കൂലേ, അതിൻ്റെ മുന്നേ ഇതുപോലെ മസാല എല്ലാം തേച്ച് വെച്ചാൽ മസാല എല്ലാം കറക്റ്റായിട്ട് പിടിക്കും. എന്നിട്ട് പിന്നെ ലാസ്റ്റ് മീൻ ഫ്രൈ ചെയ്തെടുത്താൽ മതിട്ടാ. ചൂടോട് കൂടി കഴിക്കാനും നല്ല ടേസ്റ്റാണ്. ഇന്ന് പച്ചക്കറി ആയിട്ട് ആക്കുന്നുള്ളത് ചേനൻ്റെ വറവാണ്. തേങ്ങ, മുളക് പൊടി ഇതെല്ലാം ഇട്ടിട്ട് ഉണ്ടാക്കുന്നതാണ് കേട്ടോ. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു ചേനൻ്റെ വറവ്. അപ്പോൾ ചേന എടുത്തിട്ട് ചെറിയ ക്യൂബ്സ് ആക്കിയിട്ട് കട്ട് ചെയ്തിട്ട് എടുക്കുന്നുണ്ട്. പിന്നെ ഇല്ലേ ഈ ചേന ഇങ്ങനെ കട്ട് ചെയ്യുമ്പോൾ ഇല്ലേ കൈ ഭയങ്കര ചൊറിച്ചിലാണ് കേട്ടോ. വെള്ളം തട്ടിക്കഴിഞ്ഞാൽ നമ്മളെന്തായാലും തൊലി എടുത്ത് കഴിഞ്ഞാൽ നല്ലോണം വാഷാക്കുമല്ലോ, അല്ലെങ്കിൽ അതിമേലെല്ലാം മണ്ണ് പോലെ ഉണ്ടാവില്ലേ. അപ്പം നല്ലോണം ഇങ്ങനെ വാഷാക്കിയിട്ട് പിന്നെ കട്ട് ചെയ്യുമ്പോൾ കാണാം നല്ലോണം കൈ ഇങ്ങനെ ചൊറിയുന്നു.
പിന്നെ അപ്പം എൻ്റെ അമ്മായി ഉമ്മ വല്യമ്മെല്ലാം പറയുന്നതാണ് എന്താ പറയുക പറയൽ, അത് വേഗം അടുപ്പത്ത് വെച്ചിട്ട് അന്ന് തിളച്ച് കഴിഞ്ഞാൽ ചൊറിച്ചിൽ മാറലുണ്ടെന്ന്. എനിക്കത് ഓർമ്മയില്ല കേട്ടോ. അപ്പം ചൊറിച്ചിൽ മാറുന്ന ഇല്ലേ അതൊന്നും എനിക്കറിയില്ല, അതെന്താണെന്നാവും അങ്ങനെ പറയുന്നത്. പക്ഷെ എൻ്റെ കൈ ചൊറിയലുണ്ട്. പിന്നെ എപ്പോഴാണ് മാറലെന്ന് എനിക്ക് ഓർമ്മ ഉണ്ടാവലില്ല. ചേനത മുഴുവനായിട്ട് തന്നെ കട്ട് ചെയ്തിട്ട് വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഒരു തക്കാളി, ഒരു ഉള്ളി, പച്ചമുളക്, എരിവിനനുസരിച്ചുള്ള പച്ചമുളക് എടുക്കാം. പിന്നെ 1/2 ടേബിൾ സ്പൂണ് മുളക് പൊടി, പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഈ ചേനക്ക് വേണ്ടിയിട്ടുള്ള ഉപ്പ്, ഇതെല്ലാം കൂടെ ഇട്ടിട്ട് ഒരു പ്ലേറ്റിൽ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോഴേക്കും നമ്മൾ പരിപ്പ് വേവിക്കാൻ വെച്ചില്ലേന, അത് 2 വിസിലായപ്പം ഞാൻ ഒന്ന് തീ ഓഫാക്കിയിട്ട് അതവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. ഇനി ഒരു ചട്ടി വെച്ചിട്ടുണ്ട്, മൺചട്ടിയിലാണ് കേട്ടോ വെക്കുന്നുള്ളത്. കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് കടുക് പൊട്ടിച്ചിട്ടുണ്ട്. പിന്നെ കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മൾ കട്ടാക്കി വെച്ചില്ല ഉള്ളി, തക്കാളി, ചേന, മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ഉപ്പ്, ഇതെല്ലാം ചട്ടിയിലേക്ക് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുക്കുക. ഒരു 1/2 കപ്പ് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട്, ചേന കുറച്ച് വേവുണ്ടല്ലോ, അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് ഈ ചേന ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട്. ഇതുപോലത്തെ പരിപ്പിൻ്റെ കറിയിൽ തന്നെ ഞാൻ പുളി ഇട്ടിട്ട്, അതേപോലെ തന്നെ പുതിനയിലിട്ടിട്ട് അങ്ങനത്തെ റെസിപ്പീസ് എല്ലാം ഞാൻ ചെയ്തിട്ടുണ്ട് കേട്ടോ. ഏതെല്ലോ വ്ളോഗിൽ ചെയ്തിട്ടുണ്ട്. ഇതിൽ ഞാൻ പുളി ഇടുന്നില്ല കേട്ടോ. ഇതിൽ വേറൊരു കാര്യമാണ് ഇടുന്നത്, അത് ഞാൻ കാണിക്കട്ടോ എങ്ങനെയെന്നുള്ളത്. പരിപ്പ് നല്ലോണം വെന്ത് ഉടഞ്ഞിട്ടുണ്ട് കേട്ടോ. ഉരുളങ്കിഴങ്ങും എല്ലാം നല്ലോണം ഉടഞ്ഞ് വെന്തിട്ടുണ്ട്. ഇനിയിപ്പോൾ അതിലേക്കൊന്ന് വറവിടുക. അതിനായിട്ട് കുറച്ച് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ട് അതിലേക്ക് കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഒരു 2-3 അല്ലി വെളുത്തുള്ളി ഒന്ന് പൊട്ടിച്ചിട്ട്, അതായത് കുത്തിയിട്ട് ചേർത്ത് കൊടുക്കുക. വെളുത്തുള്ളി ഒന്ന് കളർ ചേഞ്ചായി വരുമ്പോൾ അതിലേക്ക് 1/2 ടീസ്പൂണ് ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ഫ്ലേവർ ഇഷ്ടമുള്ളവർ ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടെ ചേർത്ത് കൊടുക്കുക. അതിൻ്റെ ശേഷം തീ ഓഫ് ആക്കണം കേട്ടോ. എന്നിട്ട് 1 ടേബിൾ സ്പൂൺ സാമ്പാർ പൗഡർ ചേർത്ത് കൊടുക്കുക കേട്ടോ. തീ ഓഫ് ആക്കിയിട്ട് വേണം ചേർത്ത് കൊടുക്കാൻ, അല്ലാന്നുണ്ടെങ്കിൽ കരിഞ്ഞിട്ട് പോവും. ആ ഒരു ഓയിലിൻ്റെ ചെറിയ ചൂടിൽ കിടന്നിട്ട് ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുക്കുക. എന്നിട്ട് ഈ ദാൽ വേവിച്ചില്ലേ അതിലേക്ക് ഈ ഒരു വറവ് ഒഴിച്ചു കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഒരു 2 മിനിറ്റ് ഒന്ന് മൂടി വെച്ചിട്ട് എടുത്താൽ മതി. നല്ല ടേസ്റ്റാണ് കേട്ടോ ഈ സാമ്പാർ പൗഡർ ഇട്ടുകൊണ്ട് തന്നെ. ഈ ഒരു ദാലിൻ്റെ കറി എപ്പോഴും നമ്മൾ ഒരേപോലെയല്ലേ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഉണ്ടാക്കി നോക്കട്ടോ. ഇതുവരെ ഉണ്ടാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് ഉണ്ടാക്കിയിട്ട് നോക്കട്ടോ. അപ്പോഴേക്കും ചേനത മൂടി തുറന്നിട്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇപ്പം മുഴുവനായിട്ട് ചേന വെന്തിട്ടില്ല, കുറച്ച് വെള്ളമെല്ലാം ഉണ്ട്. ഒന്ന് മിക്സ് ആക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ചട്ടിയിലായതുകൊണ്ട് അടി പിടിക്കുമല്ലേ, അപ്പോൾ അതുകൊണ്ട് ഒന്ന് ഇളക്കി കൊടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങൻ്റെ മിക്സ് ചേർത്ത് കൊടുക്കണം. അതിനായിട്ട് 1 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ടാവും കേട്ടോ. കുറച്ച് തോനെ തേങ്ങ എടുക്കുക. ഇനിയിപ്പം ഇതിലേക്ക് 2-3 അല്ലി വെളുത്തുള്ളി ഒന്ന് നല്ലോണം ചതച്ചിട്ട് ഈ തേങ്ങയിലേക്ക് ഇട്ടിട്ട് ഒന്ന് നല്ലോണം ഇതുപോലെ കൈ വെച്ചിട്ട് ഒന്ന് കുഴച്ച് കൊടുത്തതിന് ശേഷം ഈ ഒരു ചേനൻ്റെ മിക്സിയിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് ഈ ഒരു തേങ്ങയും ചേനയും എല്ലാം കൂടെ നല്ലോണം ഒന്ന് മിക്സ് ആക്കിയിട്ട് ഈ ചേന കറക്റ്റായിട്ട് ഒന്ന് വേവിച്ചെടുക്കുന്നുണ്ട് കേട്ടോ. ഈ ചേന കാണുമ്പം എനിക്കെന്താ ഓർമ്മ വരുന്നതെന്നറിയാം, ഞാൻ കുഞ്ഞില്ലാത്തതുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതിൽ ഡോക്ടർ എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ടായിരുന്നു ചേന നല്ലോണം കഴിക്കണം എന്ന്. അപ്പോൾ ഞാൻ ഡോക്ടറെ അടുത്ത് ചോദിച്ചു എന്തിനാണ് ഡോക്ടർ ചേന കഴിക്കുന്നതെന്ന്. അപ്പോൾ ന്യൂട്രിസെല്ലാം നല്ല ക്ലിയർ ആയിട്ട് ഇരിക്കാനാന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഇത് പറയാൻ കാരണം എന്താണെന്നറിയാം, എനിക്കൊരു കമൻറ്റ് വന്നിട്ടുണ്ടായിരുന്നു, ഇടയ്ക്കിടയ്ക്ക് വരലുണ്ട് കേട്ടോ. എന്താ മോളെ ഇങ്ങനെ നടന്നാൽ മതിയാ, നിങ്ങൾക്ക് കുഞ്ഞൊന്നും വേണ്ടേ? പക്ഷേ എനിക്കല്ല, ഈ കുഞ്ഞില്ലാത്ത എല്ലാവരുടെ അടുത്തും ചോദിക്കുന്ന ചോദ്യം തന്നെയാണിത്. പക്ഷേ നിങ്ങൾ സിമ്പിളായിട്ടാവും ചോദിക്കുന്നത്, പക്ഷേ എല്ലാവർക്കും അത് ഭയങ്കര വേദന ആക്കുന്നതാട്ടോ. എനിക്ക് നല്ല കുഞ്ഞില്ലാത്ത എല്ലാവർക്കും നിങ്ങളിങ്ങനെ ചോദിക്കുമ്പോൾ എന്തായാലും ഒരു വേദന ഉണ്ടാവും കേട്ടോ. അത് അപ്പം ഇങ്ങനെ നടന്നാൽ മതിയാ, നമുക്ക് ആഗ്രഹം ഇല്ലാത്തതുകൊണ്ടല്ലല്ലോ നമ്മളതിനു വേണ്ടിയിട്ട് പഠിച്ചവനും കൂടെ വിധിക്കണ്ടേ. നമ്മളതിനു വേണ്ടി ട്രീറ്റ്മെൻറ്റ് എടുക്കുക, അതിൻ്റേതായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക. പക്ഷേ അല്ല തന്നാലാണ് നമുക്ക് വാങ്ങാൻ പറ്റുള്ളൂ. നമ്മൾ ക്യാഷ് കൊടുത്തിട്ട് വാങ്ങുന്ന സാധനമൊന്നും അല്ലല്ലോ. അപ്പം അതുകൊണ്ട് അപ്പം അങ്ങനെ ആരടുത്തും ചോദിക്കണ്ട, നിങ്ങൾ സിമ്പിളായിട്ട് നിങ്ങളൊന്നും ഉണ്ടായിട്ടാവില്ല ചോദിക്കുന്നത് തോന്നുന്നു. പക്ഷെ അങ്ങനെ ചോദിക്കുമ്പം എൻ്റെ അടുത്തായാലും ആരടുത്തായാലും അങ്ങനെ യൂട്യൂബേഴ്സ് കുറേ ഉണ്ട്, കുട്ടികളില്ലാത്തവർ ബേജാറുണ്ടാവും എല്ലാവർക്കും. പക്ഷെ അങ്ങനെ ചോദിക്കുന്നത് ഒരു നല്ലതല്ല കേട്ടോ. അപ്പോൾ അതുകൊണ്ട് ഇൻഷാ അല്ലാഹ് എല്ലാവർക്കും വേണ്ടിയിട്ട് ദുആ ചെയ്യുക. എല്ലാവർക്കും കുഞ്ഞുണ്ടാവട്ടെ. എല്ലാവർക്കും ആഗ്രഹമില്ലാത്തവരായിട്ട് ആരും ഉണ്ടാവില്ല.
അതെല്ലാം പോട്ടെ, വെറുതെ സിൻ്റെ അടുപ്പിക്കണ്ട. പിന്നെന്തിപ്പാ അന്ന് നമ്മൾ നല്ല ചട്ടിച്ചോറല്ല ആക്കുന്നത്. ഇന്ന് ഫാദുവിന് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ ചട്ടിച്ചോറ്. ഞാൻ പറഞ്ഞിട്ടൊന്നുമില്ല, ഇന്ന് സിമ്പിളായിട്ടുള്ള ചട്ടിച്ചോറാണ് കേട്ടോ. അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇങ്ങനെ വിചാരിച്ചതാ, ഇന്ന് വീഡിയോ എടുക്കുന്നുണ്ടല്ലേ, അപ്പം എന്തെങ്കിലും ഒന്ന് ആക്കാമെന്ന്. ചട്ടിച്ചോറിന് ഭയങ്കര പൂതിയാണ് കേട്ടോ. നമ്മൾ അത്താഴത്തിന് ഇവിടെ റെസ്റ്റോറൻറ്റിലെല്ലാം ഉണ്ടായിന് കേട്ടോ നോമ്പിന്. അപ്പോൾ അവിടെല്ലാം പോയിട്ട് തിന്നിട്ടെല്ലാം ഉണ്ടായിന്. 2-3 വട്ടം തിന്നിട്ടുണ്ട് കേട്ടോ ചട്ടിച്ചോറ്. അത് ഭയങ്കര സ്പെഷ്യലായിരുന്നു. പിന്നെ ആ ചട്ടിച്ചോറ് നമ്മൾ തന്നെ ഉണ്ടാക്കിയിട്ട് തിന്നുമ്പം അത് വേറെ തന്നെയല്ല. അപ്പം ചട്ടി എൻ്റെ അടുത്തുണ്ട്, 3 ചട്ടി ഉണ്ട്. പിന്നെ ഉമ്മാക്ക് പിന്നെ ചട്ടിച്ചോറൊന്നും വലിയ ഇഷ്ടമില്ല കേട്ടോ. ഉമ്മാക്ക് അധികം കറി വയ്ക്കുന്നൊന്നും വലിയ ഇഷ്ടമില്ല. അപ്പം എനിക്കും ഫൗസാനിക്കും ഫാദറിന് വേണ്ടിയിട്ട് ഉണ്ടാക്കല. അപ്പം എന്തായാലും ചട്ടിച്ചോറിക്ക് ഓംലേറ്റ് ഇല്ലാതെ ശരിയാവില്ലല്ലോ. അപ്പോൾ ഓംലേറ്റ് ഒന്ന് അടിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ ഞാൻ മീൻ ഫ്രൈ ആക്കിയിട്ടുണ്ട്. പിന്നെ ഫുള്ളായിട്ടൊന്ന് ക്ലീനെല്ലാം ആക്കിയിട്ട് വെച്ചിട്ടെല്ലാം ഉണ്ട്. ഇനിയിപ്പം ചട്ടിച്ചോറ് സെറ്റാക്കാം. ഈ ഒരു ചട്ടി ഞാൻ ചട്ടിച്ചോറ് വാങ്ങിയ ടൈമിൽ ഈ ചട്ടി നമുക്ക് കിട്ടിയതാണ് കേട്ടോ. ചട്ടിച്ചോറ് ഓർഡർ ആക്കിയപ്പം ഏതോ ഒരു പച്ചമുളക് റെസ്റ്റോറൻറ്റിൽ നമ്മൾ ചട്ടിച്ചോറ് ഓർഡർ ആക്കിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ചട്ടിയും കൂടെ കിട്ടിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഞാൻ അതിൻ്റെ മുന്നേ റെസിപ്പീസ് എല്ലാം ചെയ്തിട്ടുണ്ട് ചട്ടിച്ചോറിൻ്റെ എല്ലാം. ഇത് സിമ്പിളായിട്ടുള്ളതെന്ന് ഞാൻ പറഞ്ഞില്ലേ. അപ്പോൾ അതാ 3 ചട്ടി എടുത്തിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് ചോറ് ഇട്ട് കൊടുക്കുക. ഇനിയിപ്പോൾ നിങ്ങൾ ചോദിക്കണ്ട ഇത്ര തോനെ ചോറ് തിന്നോന്ന്. ഇത് വലിയ ചട്ടിയൊന്നും ഇല്ല കേട്ടോ. ഇത് കാണുന്നില്ല, പ്ലേറ്റ് പോലത്തെ ചട്ടിയാണ്. അധികം കുണ്ടൊന്നും ഇല്ലാത്ത ചട്ടിയാണ് കേട്ടോ. നമ്മൾ എത്ര ചോറ് തിന്നുന്നു അത്ര തന്നെ ഇതിലിടുന്നുള്ളൂ. മാത്രം ഇതിൽ കാണുമ്പോൾ നിങ്ങൾക്ക് വലിയ സംഭവമായിട്ട് കാണുന്നുണ്ടാവും. ചെറിയ ചട്ടിയാണ് കേട്ടോ, കുണ്ടില്ലാത്ത ചട്ടിയാണ്. അല്ലാ, ഇനിയിപ്പോൾ അതാ നമ്മൾ ചേന വറവാക്കിയില്ലേ, അതാണ് ഫസ്റ്റ് ഇട്ട് കൊടുക്കുന്നുള്ളത്. പിന്നെ അതാ ചെറിയ കുട്ടി ചട്ടി കാണുന്നില്ലേ, അത് ചെറിയ ബൗള്. അത് ഞാൻ എവിടുന്ന് ഡേ ടു ഡേ എന്ന് വാങ്ങിച്ചാന്ന്. അന്ന് ഇത് ഓഫറിൽ കിട്ടിയ കേട്ടോ. 6 ദിർഹത്തിന് 6 പീസ് കിട്ടിയിട്ടുണ്ടായിരുന്നു. അത് ചെറുതാണ് കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ച അതിൽ കറിയും അച്ചാർ അതെല്ലാം എടുക്കുക. ഉമ്മാക്ക് ചട്ടിച്ചോറ് വേണ്ടല്ലോ, അപ്പം കൂട്ടാൻ വേറെ തന്നെ എടുക്കണം. അപ്പോൾ വേറെ ചട്ടിയിൽ ചെറിയ പാത്രത്തിലായിട്ട് കുറച്ച് എടുത്ത പച്ചക്കറിയും അതുപോലെ പട്ടാണിക്കറി ഉണ്ടായിരുന്നു കേട്ടോ നമ്മൾ രാവിലെ വെച്ച. അപ്പോൾ അതും കുറച്ച് ചട്ടിയിൽ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് വേറൊരു ബൗളിലേക്ക് കുറച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ദാലിൻ്റെ കറിയും ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. പിന്നെ എരിവില്ലാത്ത ഉപ്പിലിട്ട മുളകുണ്ട്, വലിയ മുളകില്ലേ, അപ്പോൾ സുർക്കയിലിട്ടത്. അപ്പോൾ അതും എടുക്കുന്നുണ്ട്. അച്ചാർ വേണമെങ്കിൽ അതും എടുക്കാം, ചമ്മന്തി വേണമെങ്കിൽ ആക്കാം. ഞാൻ അതൊന്നും ആക്കിയിട്ടില്ല കേട്ടോ, അതെടുക്കുന്നുണ്ട്. പിന്നെ അതൊക്കെ ഞാൻ വേറൊരു ബൗളിലേക്കും കുറച്ച് എടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ മുള്ളൻ ഫ്രൈ ഇട്ടാം. ഇത് കുറേ ആയിട്ടാ ഞാൻ മുള്ളന് കൂട്ടിയിട്ട്, നാട്ടിൽ പോയിട്ടും കൂട്ടിയിട്ടില്ല എന്ന് തോന്നുന്നു. മുള്ളൻ ഫ്രൈ ആക്കിയത് നല്ല ടേസ്റ്റാണ് കേട്ടോ. അതിൻ്റെ തലേ ദിവസം കറി വെച്ചിട്ടുണ്ടായിരുന്നു. ഫാദറിന് നല്ല മുളക് തണ്ണിയാക്കുക. പനി വന്നിട്ടുണ്ടായിരിക്കും ഫാദറിനെല്ലാം ഒമാന് പോയിട്ട് വന്നപ്പോൾ. അപ്പോൾ ഫാദർ പറഞ്ഞിട്ടുണ്ടായിരുന്നു നല്ല മുളകിൻ്റെ തണ്ണിയാക്കുന്നു, അതായത് മുളകിൻ്റെ കറിയാക്കുന്നു. അങ്ങനെ ഞാൻ അതാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ. കുറച്ച് മുള്ളനെടുത്തിട്ട് നല്ല ടേസ്റ്റാണ്. ബാക്കി മുള്ളന് ഞാനിങ്ങനെ ഫ്രൈ ചെയ്യാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചതിന് അങ്ങനെ ഫ്രൈ ചെയ്തതാണ്. നല്ല ടേസ്റ്റാട്ടോ മുള്ളന്. നല്ല ക്രിസ്പി ആയിട്ട് ഫ്രൈ ചെയ്തിട്ട് കഴിക്കാൻ മുള്ളെല്ലാം തിന്നു. പക്ഷെ ഇത് ക്രിസ്പി ആക്കിയിട്ടില്ല. ഞാൻ ചെറുതായിട്ടൊരു മസാല പോലെ അങ്ങനെ ഫ്രൈ ചെയ്തെടുത്തതാണ്. അപ്പോൾ അത് ഉച്ചയ്ക്ക് ചോറ് കഴിക്കാൻ എത്തിയിട്ടുണ്ട്. ഇനിയിപ്പോൾ എല്ലാം ടേബിളുമ്പോൾ സെറ്റാക്കിയിട്ടെല്ലാം വെക്കല. പിന്നെ ഈ ഒരു ചട്ടിച്ചോറ് തിന്നുമ്പോൾ ഒരു മധുരം വേണമല്ലോ. എന്തെങ്കിലും സേമിയ പായസം അങ്ങനെ എന്തെങ്കിലുമൊക്കെ ചെറുതായിട്ടുണ്ടെങ്കിൽ നല്ല രസമല്ലേ. നമ്മൾ റെസ്റ്റോറൻറ്റിലെല്ലാം കഴിക്കുമ്പം അതിൻ്റെ കൂടെ കിട്ടല്ലേ. അപ്പം ഞാൻ ഒമാന് പോയപ്പം ഹൽവ വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഒമാനി ഹൽവ നല്ല ടേസ്റ്റാണ് കേട്ടോ. അപ്പം അതും കൂടെ ഇതിൻ്റെ കൂടെ ഒന്ന് സെറ്റാക്കിയിട്ട് വെക്കുന്നുണ്ട്. സന്തോഷം ചട്ടിച്ചോറിൻ്റെ എത്തിയെങ്കിൽ എപ്പോഴും സന്തോഷം ഇല്ല. നന്നായിട്ട് എടുക്കാം. ഉണ്ട തീർത്തിട്ട് കാണാം. ഇതുവരെ ചട്ടിച്ചോറ് ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഉണ്ടാക്കി നോക്കട്ടെ, നല്ല ടേസ്റ്റാണ്. ഇടയ്ക്കിടയ്ക്കെല്ലാം ഇങ്ങനെ വെറൈറ്റി ആയിട്ട് ഉണ്ടാക്കുമ്പോൾ നല്ല ടേസ്റ്റല്ല. പിന്നെ ഇതിലേക്ക് ചിക്കൻ ചെറുതായിട്ട് പീസാക്കിയിട്ടുള്ള നാടൻ ചിക്കൻ്റെ ഫ്രൈ, അതുപോലെ ചെമ്മീൻ്റെ ഫ്രൈ, ഇതെല്ലാം നല്ല ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. അപ്പോൾ എൻ്റെ അടുത്തുള്ളത് കൊണ്ട് വെച്ചിട്ട് ഞാൻ അഡ്ജസ്റ്റ് ആക്കിയിട്ടാക്കിയതാണ്. അപ്പോൾ അതാ കുറച്ച് കിടന്നിട്ടെല്ലാം എണീച്ച് അപ്പോൾ അതാ വൈകുന്നേരം ആയിട്ടുണ്ട് കേട്ടോ. ഈ ഒരു ടൈം ആകുമ്പം ഞാനിതാ നിസ്കാരമെല്ലാം കഴിഞ്ഞിട്ട് ഗ്രീൻ ടീ എല്ലാം കുടിച്ച്, ഞാൻ അപ്പോൾ ഗ്രീൻ ടീ ആയിട്ടാണ് കുടിക്കുന്നത്. അപ്പം ഞാൻ വിചാരിച്ച് ഇനിയിപ്പം തടി 2 ആളും ബൊഡിയായിട്ട് കൈ വിട്ട് പോകുന്നൊരു തോന്നൽ കേട്ടോ.
അപ്പോൾ ഇനി വിചാരിച്ച് കുറച്ച് നടക്കെല്ലാം ചെയ്യാം, നടക്കാനെല്ലാം പോവാം. ഇപ്പം അതെല്ലാം സ്റ്റോപ്പാക്കിയിട്ടുണ്ടേനി. അതിന് കുറച്ച് വെയിറ്റ് കുറക്കണം, ഒരു 4-5 കിലോ പിന്നെയും കൂടിയിട്ടുണ്ട്. ഇപ്പോൾ ഗ്രീൻ ടീൻ്റെ കൂടെ ഞാൻ പെരുന്നാളിൻ്റെ അപ്പങ്ങളാക്കിനല്ലേ, അപ്പോൾ അത് കുറച്ച് ബാക്കിയുണ്ട് കേട്ടോ, 2-3 കേക്കപ്പം. അത് 2-3 എടുത്തിട്ട് ഇതാ ബാൽക്കണിയിൽ പോയിട്ട് ഗ്രീൻ ടീം ഒരു കേക്കപ്പനിൽ ഇങ്ങനെ പുറത്തേക്ക് നോക്കിയിട്ട് എങ്ങനെ കുടിக்கலாம். നല്ല രസമാട്ടാ ഈ ഒരു ടൈമിൽ. നല്ല ചെറിയൊരു കാറ്റും പിന്നെ ചെറിയൊരു കിളികളെ ശബ്ദമെല്ലാം ഉണ്ട്. പിന്നെ നല്ലൊരു കാലാവസ്ഥ ആണല്ലോ ഈ ഒരു ടൈം. അപ്പം ഞാൻ റോട്ടിലെല്ലാം ഫുള്ള് വെള്ളം നിന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അതൊക്കെ വണ്ടി പോകുമ്പോഴൊക്കെ അങ്ങനെ നോക്കിയിട്ട് നിൽക്കലാം. അതെല്ലാം കഴിഞ്ഞപ്പം ഒരു 6 മണിയെല്ലാം ആയപ്പം 6 മണി കഴിഞ്ഞിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഫാദർ വിളിച്ചിട്ടുണ്ട് എന്നെ, ഡ്യൂട്ടി കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു എനിക്ക് നടക്കാൻ പോകണം ഫാദർന്ന്. അപ്പോൾ ഫാദർ പറഞ്ഞു ഞാൻ ഡ്യൂട്ടി കഴിയുമ്പോൾ ഞാൻ വിളിക്കാം, നീ താഴെ വാന്ന്. അങ്ങനെതാ ഞാൻ താഴെ വന്നിട്ടുണ്ട്. അപ്പം ഇവിടുന്ന് പിന്നെ ഇവിടെ ഈ പള്ളീൻ്റെ അവിടെ കേട്ടോ നടക്കാൻ വേണ്ടിയിട്ട് വരൽ. ഫുള്ള് വെള്ളമാണ്. എന്ത് വെള്ളം നിന്നിന്, പള്ളി കുറച്ച് മുകൾക്കായതുകൊണ്ട് ആടെ വെള്ളം നിന്നിട്ടാ, ബാക്കി റോട്ടുമെല്ലാം ഫുള്ള് വെള്ളമാണ് കേട്ടോ. ഇത് കണ്ട ഭയങ്കര കാറ്റെല്ലാം ഉണ്ട് കേട്ടോ. പിന്നെ മഗ്‌രിബ് ബാങ്ക് കൊടുത്തപ്പോൾ പിന്നെ ആടുന്ന് തന്നെ പള്ളിയിൽ നിന്ന് തന്നെ നിസ്കരിച്ച് പിന്നെയും നടന്നിട്ടാ. ഞാൻ ഒരു 5-6 റൗണ്ട് അടിച്ചിട്ടുണ്ട്. നിക്ക് നിക്ക് നിക്ക്, എവിടേക്ക് പോകുന്ന? വെള്ളമുണ്ട്. ആ കാണുന്നതാ ദുബായ്. കാണുന്ന ആ കാണുന്നത് ആ അതാണ് വെള്ളം. ബോട്ട് സർവീസ് ആരംഭിച്ചിരിക്കുന്നു. അതെല്ലാം കഴിഞ്ഞിട്ട് നേരെ റൂമിലേക്ക് തന്നെ വന്നിട്ടുണ്ട്. നമ്മൾ ഇന്ന് പ്രത്യേകിച്ചിട്ട് ഫുഡൊന്നും രാത്രിയില്ല കേട്ടോ. ഓംപ്ലേറ്റ് എല്ലാം കഴിച്ചിട്ടുണ്ടായിരുന്നു. ഇനി ഞാൻ പറഞ്ഞില്ലേ നിങ്ങളടുത്ത് ഒരു മാസ്ക് ഉണ്ട്, നല്ല റിസൾട്ട് കിട്ടുന്ന മാസ്കാണ്. നമ്മളിപ്പം സലാലെല്ലാം പോയിട്ട് വന്നല്ലേ, അതുകൊണ്ട് തന്നെ മുഖമൊക്കെ ഒന്ന് കരുവാളിച്ചിട്ടുണ്ട് കേട്ടോ ചെറുതായിട്ട്. അപ്പോൾ ഫാദുവിനും എനിക്കും വേണം മാസ്ക്. ഫാദുവിൻ്റെ മുഖം തന്നെ കരുവാളിച്ചിട്ടുണ്ട്. അപ്പം ഞാൻ പറഞ്ഞ നല്ലൊരു മാസ്ക് ഉണ്ട്. അത് ഞാൻ ഇതൊരു ചെറിയ റീൽസ് കണ്ടതാണ് കേട്ടോ ഇൻസ്റ്റയിൽ. അപ്പം ഞാനത് ട്രൈ ആക്കി നോക്കിയിട്ട് നല്ല അടിപൊളി പാക്കാന്ന്. അപ്പോൾ ഞാൻ വിചാരിച്ചു നിങ്ങളുമായിട്ട് ഷെയർ ആക്കാന്നുള്ളത്. അപ്പോൾ ഇതാ ദാല് നമ്മൾ കറി വെച്ചില്ലേന്, അപ്പോൾ അതിൽ നിന്ന് ഞാൻ പൊതിർത്തിയത് കുറച്ച് ഒരു 2 ടേബിൾ സ്പൂൺ എടുത്ത് വെച്ചിട്ടുണ്ടായിന്. എന്നിട്ട് അതിലേക്ക് കുറച്ച് പാലൊഴിച്ചിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ടുണ്ടായിന് കേട്ടോ. അങ്ങനെ പൊതിർത്തിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. എന്നിട്ട് എപ്പോഴാണ് നമുക്ക് വേണ്ടത് അത് മിക്സിയിലിട്ടിട്ട് ഒന്ന് അരച്ചെടുത്താൽ മതി, ഒന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കുക. എന്നിട്ട് അതിലേക്ക് കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക കേട്ടോ. അതൊന്ന് ടൈറ്റായി കിട്ടാൻ അരിപ്പൊടി നല്ലതാണ് കേട്ടോ ഫേസിന്. കുറച്ച് അരിപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ഏത് പാക്ക് നമ്മൾ ഉണ്ടാക്കുകയെന്നുണ്ടെങ്കിലും കൂടുതൽ കട്ടിയിൽ എടുക്കരുത് കേട്ടോ. അതുപോലെ നമ്മൾ എന്താ പറയുക ഡ്രൈ ആയിട്ട് ഇങ്ങനെ എടുക്കരുത്, കുറച്ച് ലൂസിൽ തന്നെ ഇടട്ടോ, എന്നാലാണ് ഫേസിൽ നല്ല പൊടിക്കുള്ളൂ. അപ്പോൾ അതാ ഞാൻ ഫേസിൽ ഫുള്ളായിട്ടൊന്ന് അപ്ലൈ ആക്കി കൊടുക്കുന്നുണ്ട്. പിന്നെ ഫേസ് പാക്ക് ഇടുമ്പം ഞാൻ എപ്പോഴും പറയുന്നതാ രാവിലെ, അതായത് ഒരു 8 മണിൻ്റെ മുന്നായിട്ടെല്ലാം ഇടുക. അപ്പം നമുക്ക് എന്തായാലും ഇടാൻ പറ്റില്ല, അല്ലെങ്കിൽ രാത്രി ഇടുക കേട്ടോ. എപ്പോഴും രാത്രിയോ രാവിലെ ഇടുക, ഉച്ചക്കൊന്നും ഇടരുത് കേട്ടോ. കാരണം നമ്മൾ അപ്പം തന്നെ ചിലപ്പോൾ വെയിൽ കൊള്ളാനെല്ലാം ചാൻസ് ഉണ്ട്. അപ്പം അതിൻ്റെ റിസൾട്ട് കിട്ടില്ല. അപ്പം രാത്രി കിട്ടുകയെന്നുണ്ടെങ്കിൽ പിന്നെ കഴുകി കളഞ്ഞിട്ട് കിടന്നാൽ മതി. അപ്പം നല്ല റിസൾട്ട് കിട്ടും. രാവിലെ ആകുമ്പോൾ ഒന്നും കൂടെ ഒക്കെ നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു ഫേസ് പാക്കാണ്. പിന്നെ ഫാദോനും ഇതാ ഇട്ടെടുക്കുന്നുണ്ട്. പിന്നെ ഏത് ഫേസ് പാക്ക് നമ്മൾ യൂസ് ആക്കാന്നുണ്ടെങ്കിൽ ചിലവരെ സ്കിന്നിന് ഇത് ചേരാല, എന്തെങ്കിലും അലർജി ഉണ്ടാവും. അപ്പോൾ അതുകൊണ്ട് തന്നെ ആദ്യം നമ്മൾ ഏതായാലും ഏത് ഫേസ് പാക്ക് ഇടുകയെന്നുണ്ടെങ്കിൽ ആദ്യം ഒന്ന് കഴുത്തില, അല്ലാന്നുണ്ടെങ്കിൽ ആ കയ്യിലൊക്കെ ഒന്ന് ഇട്ടിട്ട് വെക്കട്ടോ. ഒരു 5 മിനിറ്റ് ഇട്ടിട്ട് നോക്കുക. ചൊറിച്ചില അങ്ങനെ എന്തെങ്കിലും അലർജി ഉണ്ട് എന്നുണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ യൂസ് ആക്കണ്ട കേട്ടോ. പിന്നെ പാലിന് പകരം തേൻ യൂസ് ആക്കുക, പിന്നെ തൈര് യൂസ് ആക്കുക. പാല് ഇഷ്ടമില്ലാത്തവരല്ല, ഫേസിന് പറ്റാത്തവരാണെന്നുണ്ടെങ്കിൽ തൈര് യൂസ് ആക്കുക കേട്ടോ. അങ്ങനെയല്ലേ നമുക്ക് അങ്ങോട്ടും ഇങ്ങോട്ടെല്ലാം ചേഞ്ച് ആക്കാം. എല്ലാരും എന്ത് പറയുന്നു, ഞാൻ ക്ലീൻ ഷേവ് ചെയ്താൽ എങ്ങനെ ഉണ്ടാവും? എനിക്ക് കാണണ്ടേ. ഞാൻ ക്ലീൻ ഷേവ് ചെയ്യാത്ത ഏകദേശം ഒരു 10 വർഷം ആയിട്ടുണ്ടാവും തോന്നുന്നു. അപ്പോൾ എന്തായിരിക്കും അവസ്ഥ? ഐ മീൻ ക്ലീൻ ഷേവ്.
ക്ലീൻ എന്ന് പറഞ്ഞാൽ പക്ക ക്ലീൻ. എന്തോ പോലെ ഉണ്ടാവും അത് കാണാൻ. ഈ ഒരു ഫേസ് പാക്ക് ഇട്ടിട്ട് ഒരു 15 മിനിറ്റ് ആകുമ്പോൾ തന്നെ ഇത് ഡ്രൈ ആവും. എന്നിട്ട് പിന്നെ കഴുകി കളഞ്ഞാൽ മതി. സാധാരണ നോർമൽ വെള്ളമില്ലേ അതിൽ കഴുകിയിട്ട് കളഞ്ഞാൽ മതി. കഴുകുമ്പം ചെറുതായിട്ടൊന്ന് മസാജ് ഇങ്ങനെ കൊടുത്തിട്ട് കഴുകിയാൽ മതിട്ടാ. നല്ല അടിപൊളി റിസൾട്ടാണ്. നമുക്ക് വെയിലടിച്ചിട്ടുള്ള ഒരു കരുവാളിപ്പും കാര്യങ്ങളൊക്കെ ഉണ്ടാവില്ലേ, അതെല്ലാം പോവാൻ നല്ലൊരു ഫേസ് പാക്കാണ്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കട്ടാ. ധൈര്യത്തോടെ കണ്ണു തുറന്നു ഗൈസ്. കണ്ടിട്ട് എന്ത് തോന്നുന്നു? ഇത് കണ്ട നല്ല മാറ്റമുണ്ട് കേട്ടോ ഫേസ് വാഷ് ആക്കിയപ്പം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക, ഫീഡ്ബാക്ക് അറിയിക്കട്ടാ. ഇൻഷാല്ലാ ഇനി അടിപൊളി വീഡിയോസും റെസിപ്പീസും ഒക്കെ ആയിട്ട് വരട്ടാ. അതുവരേക്കും ഓക്കെ ബൈ, താങ്ക് യു.